ഹലോ ചങ്കളെ, ഞാനൊരു സ്വന്തം ആൾക്കായി റഹിമ കൊച്ചു. ഞാൻ സത്യം പറയില്ല, ഞാൻ മാനസികമായിട്ട് ഭയങ്കര ഒരു വിഷമത്തിലാണ് കേട്ടോ. ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴൊന്നല്ല, കുറേ ദിവസങ്ങളായിട്ട് കുറേ മാസങ്ങളായിട്ട് നല്ല ടെൻഷനിലാണ്. ഒരു എന്താ പറയുക, നമ്മളങ്ങോട്ട് ശരിക്കും എന്തിട്ട് ചെയ്യണ്ടേന്ന് അറിയാൻ പറ്റാത്തൊരു രൂപത്തിലാണ് ഇരിക്കണേ. ചിലപ്പോൾ ഇനി കുറേ ദിവസം കഴിയുമ്പോൾ ഈ വീട് തന്നെ ഉണ്ടാവുമെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം അതുപോലത്തെ ഒരു വിഷമത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ വേറെ ഒന്നല്ല, നിങ്ങളിത് കണ്ടിട്ട് എനിക്കിതിനൊരു പ്രതിവിധി പറഞ്ഞു. ഞാൻ ട്രൈ ചെയ്തു, പല വഴി ഞാൻ നോക്കി ഇതിനൊന്നും രക്ഷ കിട്ടാണ്ട്, അല്ലെങ്കിൽ ഇതിനൊരു മോചനം കിട്ടാൻ വേണ്ടിക്ക്. പക്ഷേ എനിക്ക് ഇതുവരെ നിമിഷം വരേക്ക് ഇതൊരു മോചനം കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങളിത് കണ്ടിട്ട് നിങ്ങളൊന്ന് പറ, എന്താണ് ഇതിനൊരു പ്രതിവിധി, എനിക്കൊന്ന് പറഞ്ഞു തരുമോ? നിങ്ങൾ നോക്കിയേ, ഇത് നോക്കിയേ ചങ്കളെ, എൻ്റെ വീടിന് ചുറ്റും ഉള്ളൊരവസ്ഥയാണ് കേട്ടോ. ഇതൊക്കെ മണ്ണൊക്കെ മാറ്റി ഇതെല്ലാം ചെയ്തു. ഇപ്പം ഇന്ന് കാലത്തുണ്ടായ സംഭവമാണ്. ഞാൻ മുറ്റത്ത് ചെടി നനയ്ക്കാൻ വേണ്ടിക്ക് ഇറങ്ങിയതാണ്. നേരെ എൻ്റെ കാല് പോയതൊക്കെ എവിടേക്കാന്നൊക്കെ എൻ്റെ വീടിൻ്റെ മുറ്റത്തിൻ്റെ അവസ്ഥയാണ് കേട്ടോ. എനിക്കിത് ഇവിടെ ഒക്കെ നോക്കട്ടെ, ചവിട്ടാൻ പേടിയുണ്ട്. നിൽക്കേ, അത് അതിൻ്റെ ഇപ്പുറത്ത് കുഴി വന്നിട്ട് ഞാൻ ഈ സൈഡിലേക്ക് നീക്കി വെച്ചതാണേ. അപ്പുറം കുഴി വന്നിട്ട് ഞാൻ ഈ സൈഡിലേക്ക് നീക്കി വെച്ചതാണ്. ഇപ്പം ഇവിടെ കുഴി ഇട്ടാ, ഇനിയുണ്ട്. ഇതൊക്കെ കണ്ട, ഇവിടെ ഒക്കെ പൊളിഞ്ഞ് ഇതായി. കണ്ട ഇതൊക്കെ, ഇതാണ് ഇവിടുത്തെ അവസ്ഥ. കണ്ട ഇവിടെയൊക്കെ കംപ്ലീറ്റ് എന്താ പറയുക, ഇതിൽ നിന്ന് എന്തിട്ട് ചെയ്യേണ്ടതെന്ന് ഒരു രൂപമില്ലാണ്ട് നിൽക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിവിടെയൊക്കെ ചവിട്ടി കഴിഞ്ഞാൽ താഴേക്ക് പോവേ ഭൂമിക്ക്. ഇന്ന് കാലത്ത് ശരിക്കും എന്നെ മുട്ട് വരെ അതിനകത്തേക്ക് ആ കുഴിലേക്ക് ഇറങ്ങിപ്പോയി എന്നുള്ളതാണ്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് എനിക്കറിയില്ല എന്തിട്ട് ചെയ്യേണ്ടതെന്നുള്ളത്. നമ്മൾ വീട് കോൺക്രീറ്റ് ഇടുക അല്ലെങ്കിൽ ഒരു കട്ട വിരിക്കാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കാര്യമില്ല. കാരണം മഴവെള്ളം വരുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ മുറ്റത്ത് വീഴണ്ടേ. കിണറിലൊക്കെ വെള്ളം വീഴണമെങ്കിൽ നമ്മുടെ മുറ്റത്ത് കുറച്ച് വെള്ളം വീണാലേ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്ക് മൊത്തം കോൺക്രീറ്റിൽ നടക്കില്ല. കോൺക്രീറ്റ് ഇട്ട സൈഡാണ് ഈ കാണുന്നത്. ചവിട്ടിയിൽ അവിടെ ഒക്കെ താഴേക്ക് ഇടിഞ്ഞു പോയി, കാരണം ഇതിൻ്റെ അടിയിൽ നിന്ന് പോയിട്ട്. അതുപോലെ എൻ്റെ ഇത് നോക്കിട്ടാ, എൻ്റെ കോണിയുടെ അവസ്ഥ നോക്കിയേ. ഇവിടെ നിന്ന് അടിയിൽ നിന്ന് മണ്ണ് പോയിട്ട് ഈ സൈഡിൽ നിന്ന് കണ്ട ഇത് ഇങ്ങോട്ടേക്ക് ചെരിഞ്ഞു. അതായത് ഈ സാധനം നമ്മൾ ഒരു പ്രാവശ്യം ഇത് വീണ് പോയിട്ട് ഞാൻ രണ്ടാമത് കെട്ടിയതാണ് ഈ കോണിയുടെ അടിവശം. അപ്പം നിങ്ങളൊന്ന് പറഞ്ഞതാ, ഈ തുരപ്പനിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് എന്താ ചെയ്യണ്ടേ? അധികം വേഗം എൻ്റെ വീടും പോകുമെന്ന് എനിക്ക് തോന്നണം. എനിക്കൊന്ന് പറഞ്ഞതായി. ഞാൻ പല വഴി ഞാൻ നോക്കി, എല്ലാം ട്രൈ ചെയ്ത്. ഇനി എന്താ ചെയ്യണമെന്ന് പറഞ്ഞായോ? വിഷം വെച്ചു, കൂട് വെച്ചു, കെണി വെച്ചു, എല്ലാം വെച്ചു. ഇനി എന്താ ചെയ്യേണ്ടത് പറ. ഇനി തോക്കെടുത്തിരിക്കണം വെടി വെച്ചിടാനായിട്ട്. അല്ലാണ്ട് ഇനി എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. പ്ലീസ് ഒന്ന് പറഞ്ഞതായോ?